ഹായ് ഗേസ്, അപ്പം നമുക്ക് അടുത്ത പാർട്ടൂടെ അപ്ലോഡ് ചെയ്യാം. ഒരുപാട് നാൾ ഓർക്കാതെയിരുന്ന ഓർമ്മകൾ കൃഷ്ണയെ തേടിയെത്തി. മുസാഫറിനെ കണ്ടുമുട്ടിയ നിമിഷവും വഴക്കിട്ട് തുടങ്ങിയ ബന്ധവും അവസാനം പിരിയാൻ വയ്യാത്ത വിധം പരസ്പരം സ്നേഹിച്ചതും ഒടുവിൽ ഇക്കാൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി താൻ ശ്രീയേട്ടനൊപ്പമുള്ള വിവാഹത്തിന് സമ്മതിച്ചതും തൻ്റെ ഉള്ളിൽ കുരുത്ത ഇക്കാൻ്റെ കുഞ്ഞ് നഷ്ടമായതും വീണ് പരിക്ക് പറ്റിയ തന്നെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച ശ്രീയേട്ടനും എല്ലാം അവിടെ ഓർമ്മകളിലേക്ക് വല്ലാത്ത മികവോടെ കടന്നു വന്നു. അപ്പോഴേക്കും മൈമുന രോഗിയായി മാറുകയും ഇക്ക എല്ലായ്പ്പോഴും മൈമുനയുടെ അരികിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. അതോടെ തന്നെ വിളിക്കാതെയായി, മെസ്സേജ് അയക്കാതെയായി. അതിനും വളരെ മുമ്പേ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോടെ അത് തുറന്നു പറയാൻ മടിച്ച് താനും അകന്നിരുന്നു. ഇക്കയിൽ നിന്നും പിന്നെ എപ്പോഴേ കേട്ടു മൈമുന ഗർഭിണിയാണെന്ന്. അതോടെ താൻ ഇക്കാനെ വെറുത്തു. മൈമുനുമായി ഭാര്യ-ഭർത്ത ബന്ധമൊന്നും ഇല്ലാതിരുന്നു എന്നായിരുന്നു തന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ പതുക്കെ താൻ ശ്രീയേട്ടനെ സ്നേഹിച്ചു തുടങ്ങി. ഇന്ന് തൻ്റെ ജീവനും പ്രാണനും അദ്ദേഹം മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതൊന്നും താൻ അറിഞ്ഞില്ല. ഇതിപ്പോൾ വല്ലാത്ത ട്രാജഡിയായിപ്പോയി. ഇക്ക ഇപ്പോൾ ശരിക്കും ഒറ്റയ്ക്കാണ്. എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? തനിക്കിനി ഒരിക്കലും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. പകരം പറഞ്ഞു മനസ്സിലാക്കി, ഇക്കയ്ക്കൊരു ജീവിതം അത് വേണം അവൾ മനസ്സിലുറപ്പിച്ചു. ആ തീരുമാനം മനസ്സിലുറപ്പിച്ച് അവൾ ഫോൺ എടുക്കാൻ തിരിഞ്ഞതും മോളുണർന്ന് കരഞ്ഞതും ഒന്നിച്ച്. അവൾ വേഗം മോളെ എടുത്ത് പാല് കൊടുത്തു. വയറ് നിറഞ്ഞതോടെ അവൾ കിടന്ന് കളിച്ചു തുടങ്ങി. മോടെ കളി കണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ അവൾ സങ്കടങ്ങളൊക്കെ മറന്നു, മുസാഫറിനെയും മറന്നു. കുറേ കഴിഞ്ഞ് ശ്രീ വന്ന് നോക്കുമ്പോൾ അമ്മയും മോളും നല്ല കിന്നാരം ജ്വലിച്ചിരിക്കുന്നു. ശ്രീയുടെ ഉള്ളിൽ പൂത്തിരി കത്തി. പതുക്കെ അവളെ ചേർത്ത് പിടിച്ച് നിറകയിലെ തരങ്ങൾ പതിക്കുമ്പോൾ നിറഞ്ഞ സ്നേഹത്തോടെ കൃഷ്ണ ചിരിച്ചു. പിന്നെ കുറേ നേരം അവർക്കൊപ്പം ചിലവഴിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളം നിറയുന്ന സന്തോഷം അവനെ വല്ലാതെ കുളിർപ്പിച്ചു. മുസാഫർ വിളിച്ചെന്നറിഞ്ഞപ്പോൾ മുതലുള്ള ടെൻഷൻ തന്നെ വിട്ടകന്നു പോയത് ശ്രീ അറിഞ്ഞു. സമാധാനത്തോടെ ശ്രീ ഉറങ്ങിയപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വരാതെ മുസാഫർ പിടഞ്ഞു. അങ്ങ് ദൂരെ മുസാഫറിൻ്റെ റൂമിൽ കൃഷ്ണ ഫോൺ കട്ട് ചെയ്ത് പോയത് മുതൽ മനസ്സ് താൻ പിടിക്കുന്നിടത്ത് നിൽക്കാതെയായിരിക്കുന്നു. വീണ്ടും മനസ്സ് കൈവിട്ടു പോവുകയാണോ? മുസാഫർ വല്ലാതെ ഭയപ്പെട്ടു. തനിക്ക് അവളെ, എൻ്റെ മോളെ കണ്ടേ മതിയാവും, ഇല്ലെങ്കിൽ താൻ വീണ്ടും പഴയതുപോലെ ഒരു മുഴുഭ്രാന്തനായി മാറും. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച് ഓഫീസിലെത്തുമ്പോൾ മുസാഫറിൻ്റെ തലയ്ക്ക് നല്ല ഭാരം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉറക്കം ഒട്ടും ശരിയായിട്ടില്ല. പതുക്കെ ജോലിയിലേക്ക് തല കുമ്പിട്ട് കുറേ കഴിഞ്ഞ് കാണും ആരോ ക്യാബിനിൽ മുട്ടത്ത് കെട്ട് അകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ആളുടെ മക്കനെ തെളിഞ്ഞ മുഖത്തെ വെള്ളാരം കണ്ണിലാണ് കണ്ണുകൾ പതിഞ്ഞത്. എന്താണെന്ന് മട്ടിൽ മുഖമുയർത്തി നോക്കിയ തൻ്റെ മുന്നിലേക്ക് സർട്ടിഫിക്കറ്റ് നീട്ടിയ വിരലുകളിലും കണ്ണുകൾ പതിഞ്ഞു. മനോഹരമായ വിരലുകൾ. ആ പെൺകുട്ടിയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു. പുതിയ അപ്പോയിൻമെൻ്റാണ്. പെട്ടെന്ന് എന്താണെന്നറിയില്ല, മനസ്സിലേക്ക് കൃഷ്ണ ആദ്യമായി ജോലിക്ക് ജോയിൻ ചെയ്ത ദിവസവും തങ്ങൾ കണ്ടുമുട്ടിയ ദിനവും ഓർമ്മ വന്നു. അതോടെ മുസാഫർ പെട്ടെന്ന് മൂഡ് ഓഫായി. നാളെ വന്ന് ജോയിൻ ചെയ്തെല്ലാം പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ ആ യുവതിയുടെ കണ്ണുകൾ മുസാഫറിലായിരുന്നു. ആ യുവതിയുടെ നിൽപ്പ് കണ്ടിട്ട് തന്നോടെന്തോ ചോദിക്കാനുള്ളതുപോലെ മുസാഫർ കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ അങ്ങനെ ഇങ്ങിരുന്നു. ആ പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിൽ നിന്ന് അവിടെ പേര് ജസീന മുനീർ എന്നാണെന്ന് മനസ്സിലായി. അവളൊന്ന് പരിങ്ങി നിന്ന ശേഷം പിന്തിരിഞ്ഞു നടന്നു. മുസാഫർ അവൾ പോയ ശേഷമാണ് സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി പരിശോധിച്ചത്. അപ്പോഴാണ് ജസീനയ്ക്ക് തന്നോട് ചോദിക്കാനുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായത്. ആ യുവതി മുസാഫിൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു പെണ്ണായിരുന്നു. കോളേജിലെ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും അവനെ അറിയാമായിരുന്നു. പിന്നെ ആദ്യം കോളേജിൽ വന്ന കാലത്തെ ജൂനിയർ സീനിയർ എന്നില്ലാതെ എല്ലാവരോടും മുസാഫിൻ്റെ കൂട്ടുണ്ടായിരുന്നു. പിന്നെ മൈമുനുമായി പ്രണയമായപ്പോഴാണ് അവൻ ആരോടും, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് മിണ്ടാതെയായത്. അതുകൊണ്ട് കോളേജിലെ ചുള്ളൻ ചെക്കനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ജസീനയ്ക്ക് മുസാഫറിനെ അറിയാമായിരുന്നു. പക്ഷെ പിന്നെയും ഒരു സംശയം, ഇത് മുസാഫർ തന്നെയാണോ എന്ന്. മുന്നിലെ നെയിം ബോർഡിലെ പേര് കണ്ടപ്പോൾ ഉറപ്പിച്ചു, അതെ, മുസാഫർ തന്നെ. അതായത് മുസാഫറിനേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ട് ജസീനയ്ക്ക്. മുസാഫർ പിന്നെയും കൃഷ്ണയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ അസ്വസ്ഥനാകാൻ തുടങ്ങി. കൃഷ്ണ ശ്രീ പോയതിന് ശേഷം മോളെ കുളിപ്പിക്കാൻ തുടങ്ങി. കൃഷ്ണയെ കുളിപ്പിക്കാൻ വന്നവർ കാണിച്ചു കൊടുത്തു കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കണമെന്ന്. പേടിച്ചാണെങ്കിലും അവൾ കുഞ്ഞിനെ കുളിപ്പിച്ചു. എന്നിട്ടും കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും ഒക്കെ സോപ്പ് വെള്ളം കയറിയിട്ട് കുഞ്ഞ് കരച്ചിലായിരുന്നു.
കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അമ്മ വന്ന് ആവശ്യത്തിന് വഴക്ക് കിട്ടുകയും ചെയ്തു. അമ്മ മോളെ എടുത്ത് തല തുവർത്തി ദേഹം തുടച്ച് കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തു. അതോടെ കൃഷ്ണമോൾക്ക് പൗഡർ ഇട്ട് കൊടുത്തു, ഉടുപ്പിട്ട് കൊടുത്തു, പാല് കൊടുത്തു. അതോടെ മോൾ ഉറക്കമായി. ആ സമയത്ത് കൃഷ്ണ പോയി കുളിച്ചു വന്നു. മുടിയൊന്ന് കോതിയിട്ട് കണ്ണിൽ കുറച്ച് കരിയിട്ട് ഒരു പൊട്ടെടുത്ത് തൊട്ട് നിറുകെ സിന്ദൂരം തൂകി അവൾ കണ്ണാടിയിലൊന്ന് നോക്കി. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അവൾ നോക്കി ആരാണെന്ന് അവൾ കണ്ടു. അത് മുസാഫറാണ്. കൃഷ്ണ ഫോൺ എടുത്ത് ചെവിയിൽ ചേർത്തു. കൃഷ്ണ! ഒറ്റ വിളിയിൽ കൃഷ്ണ പഴയ കൃഷ്ണയായി. എന്തോ അവൾ വിളി കേട്ടു. പക്ഷേ ആ ഭാവം ഒറ്റ നിമിഷം മാത്രമേ അവളിൽ നിന്നിരുന്നുള്ളൂ. ആ നിമിഷം തന്നെ അവളിലെ ഭാര്യ ഉണർന്നു. ഉയരിൽ സ്ത്രീയെ കൊണ്ട് നടക്കുന്ന കൃഷ്ണ പരസ്പരം സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിനപ്പുറം അങ്ങനെ ഒരു വാക്ക് ചോദിക്കുന്നതിനപ്പുറം മുസാഫൻ അറിയേണ്ടതിരുന്നത് മറ്റൊരു കാര്യമാണ്. കുഞ്ഞിന് സുഖമാണോ എന്ന്. പക്ഷേ ആ ഒറ്റ ചോദ്യത്തിൽ കൃഷ്ണയ്ക്ക് പ്രത്യേകിച്ച് അപാകതയൊന്നും തോന്നിയില്ല. പക്ഷേ അടുത്ത ഒറ്റ ചോദ്യത്തിൽ കൃഷ്ണ അടിമുടി വിറച്ചുപോയി. അതെന്തായിരിക്കും? നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.